നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്നത് റവയും അതേപോലെ തന്നെ ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്നാക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നെയ്യൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അത് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഏത്തപ്പഴം, മീഡിയം സൈസിലുള്ള 2 ഏത്തപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറവുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ നെയ്യിലിട്ടിട്ട് തേങ്ങ എല്ലാവരും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നെയ്യിലിട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ പഴം നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പഴമൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് മതി. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ പഴത്തിന്. അപ്പോൾ ഇത്രയും മതി. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ പഴം നമ്മൾ വഴറ്റിയത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റവയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റവ ഞാൻ നേരിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴം വഴറ്റി അതേ കടായിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ റവയും അളക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. വെള്ളം അളന്ന കപ്പിൽ തന്നെ റവയും അളക്കാൻ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് റവ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പാവൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ലപോലെ റവ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നേരെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്നെസ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ വെള്ളം. ഇപ്പോൾ ഇതാ വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ട. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അളന്ന് വെച്ചിരുന്നതാണ് റവ 1/2 കപ്പ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പോലെ സോഫ്റ്റായിട്ട് വരണം നമ്മുടെ റവ. അതായത് ഉപ്പുമാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഈ വെള്ളത്തിലിട്ടിട്ട് ഈ റവ നല്ല പോലെ വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമ്മൾ റവ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരട്ടെ. ഇപ്പോൾ ഇതാ നല്ല പോലെ വെള്ളമൊക്കെ റവയിൽ നിന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. കാരണം നമ്മൾ ഉപ്പുമാവായാലും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കൈ വയ്ക്കാൻ പാകമാവുന്ന ചൂടാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പഴമൊക്കെ ആയിട്ട് ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ റവയുടെ ചൂടൊക്കെ ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ റവയുടെ മിക്സും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കണം. രണ്ടും കൂടി നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് നോക്കാം കേട്ടോ. കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴത്തിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാരയുടെ അളവ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി നല്ല പോലെ മിക്സാക്കി എടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല, നമ്മളിങ്ങനെ സ്നാക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്, ചേർക്കുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ മൊത്തത്തിൽ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പഴവും അതേപോലെ തന്നെ നമ്മുടെ റവയുടെ മിക്സ് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമില്ല, ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് റസ്ക് ഇല്ല, ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടാവുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ റസ്ക് ഉള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് ഉള്ളത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ടിൽ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ഷേപ്പാക്കി എടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ ബ്രെഡ് ക്രംസോ അതല്ലെങ്കിൽ റസ്ക് പൊടിയിലോ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരിട്ട് തന്നെ റസ്ക് പൊടിയിലേക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ റസ്കും ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് വെറുതെ ഇതേപോലെ ഷേപ്പ് ആക്കിയതിന് ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ മാവും നമുക്ക് ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാവരും ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റസ്ക് പൊടിയിൽ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. അതല്ലെങ്കിൽ റസ്ക് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ലൈറ്റ് ഗോൾഡ് നിറമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാവരും നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സ്നാക്കും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റവയും അതേപോലെ തന്നെ പഴം വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്